ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, നമ്മുടെ എച്ച് ഗ്രൂപ്പിൽ രാവിലെ നടന്ന സ്പെയിൻ വിസ് ഉറുഗെ ജീവൻ മരണ പോരാട്ടം. അതെ, ഉറുഗയുടെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടന്നത്. കാരണം തോറ്റാൽ ഉറുഗെ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയാണ്. അപ്പോൾ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. നമ്മുടെ സുവാരസിൻ്റെ പിൻഗാമികൾ സ്പെയിനെ തളച്ചിടുമോ നമുക്ക് നോക്കാം. എന്തായാലും രാവിലെ നമ്മുടെ 8:30 തന്നെയാണ് കളി തുടങ്ങിയത്. അപ്പോൾ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗയാണ്. 1930-ലും 50-ലാണ് അതാണ് ആഫ്രോ അമേരിക്കൻ കരുത്തരാണ് അവരും നമ്മുടെ സ്പെയിൻ 2010-ലാണ് ലോക ചാമ്പ്യന്മാരായിരിക്കുന്നത്. അങ്ങനെ 2 ലോക ചാമ്പ്യന്മാർ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് രാവിലെ നമ്മുടെ മെക്സിക്കോയിൽ നടന്നത്. എന്താ പറയുക, അടിപൊളി പോരാട്ടം തന്നെയായിരുന്നു തമ്മിൽ. സ്പെയിനാണെങ്കിൽ അവരുടെ പരമ്പരാഗത ശൈലി തന്നെയാണ് കളി തുടങ്ങിയത്. പാസിംഗ് ശൈലി തന്നെയാണ് സ്പെയിൻ ആവർത്തിച്ചത്. അതേപോലെ തന്നെ ഉറുഗെ നല്ല അറ്റാക്കിംഗ് കളി തന്നെയാണ്. സ്പെയിനാണെങ്കിൽ അവരുടെ പരമ്പരാഗത ശൈലി തന്നെയാണ് കളി തുടങ്ങിയത്, പാസിംഗ് ചെയ്ത് ഗോളടിക്കുക എന്നുള്ളത്. മറ്റേ ഉറുഗെ ആണെങ്കിലും ഒരു അറ്റാക്കിംഗ് രീതിയിലും. ഇന്ന് ഉറുഗെ തോറ്റാൽ അവർ നാണം കെട്ട് വീട്ടിലേക്ക് മടങ്ങാം, അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം 2 ടീമിനും ജയിച്ചേ പറ്റൂ. തന്ത്രങ്ങൾ എല്ലാം പറ്റി അവർ ഒരുങ്ങിയാണ്, കളിമുറ്റത്ത് ഇറങ്ങിയാണ്. 2 വട്ടം ലോക ചാമ്പ്യന്മാരായ ഉറുഗയും 1 വട്ടം ലോക ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിലാണ് മത്സരം. അങ്ങനെ മത്സരം നമ്മൾ എന്താ പറയുക, വളരെ ആകാംക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഇവിടെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പൂർണ്ണമായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫിലേക്ക് കിടക്കാം. അങ്ങനെ കളി തുടങ്ങി. ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒന്നാമത് തുടക്കം മുതൽ 2 പേരും ആക്രമണ ഫുട്ബോൾ തന്നെയാണ് നല്ല തുടങ്ങി വെച്ചത്. കാരണം ഒന്നാമത് നല്ല ചൂടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ ചൂടുള്ള സ്ഥലത്തിൻ്റെ ഒരു ഗ്രൗണ്ട് കണ്ടിട്ട് അങ്ങനെയാണ്, ചൂടുള്ള സ്ഥലത്തിൻ്റെ ഒരു ആവേശം കുറഞ്ഞുണ്ടായില്ല. നല്ല രീതിയിൽ തന്നെയാണ് സ്പെയിൻ നല്ല പാസിംഗ് രീതിയിൽ തന്നെ കളി ആരംഭിച്ചപ്പോൾ ഉറുഗെ നല്ല പ്രത്യാക്രമണത്തിലൂടെ സ്പാനിഷിൻ്റെ പ്രതിരോധത്തെ മൊത്തം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്പെയിൻ്റെ താരം ബയോണ അടിപൊളി ഫോമിലാണ്, പുള്ളി തകർത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. മത്സരത്തിൻ്റെ 1-ാം പകുതി നല്ല ആക്രമണം അങ്ങോട്ടും അയച്ചിട്ടു. 2 പേരും നല്ല രീതിയിൽ തന്നെ കളി കൊടുക്കുന്നു. അങ്ങനെ 42-ാം മിനിറ്റായി. 42-ാം മിനിറ്റിലാണ് നമ്മുടെ സ്പെയിൻ്റെ കാത്തിരുന്ന നിമിഷം വന്നത്. നമ്മുടെ ബയോണ ഉറുഗയുടെ ഗോൾ പോസ്റ്റിലേക്ക് നല്ല അതിമനോഹരമായ ഒരു ഗോൾ അടിച്ചു. അങ്ങനെ 1-0 അങ്ങനെ സ്പെയിൻ മുന്നിലെത്തി. വെറും 46 മിനിറ്റ് ആയപ്പോഴേക്കും ബയോണയ്ക്ക് മഞ്ഞക്കാർഡും കിട്ടി. വളരെ ഗോളടിച്ചധികം സമയം തീരുന്നേക്കാളും മുമ്പ് തന്നെ ബയോണയ്ക്ക് മഞ്ഞക്കാർഡും കിട്ടി. അങ്ങനെ 1-ാം പകുതി അവസാനിച്ചു. അങ്ങനെ 2-ാം പകുതി ആരംഭിക്കുകയാണ്. 2-ാം പകുതി ആരംഭിച്ചു. ഉറുഗ്വേക്ക് തിരിച്ചടിച്ചേ പറ്റൂ. കാരണം ഉറുഗ്വ തോറ്റാൽ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്താവുന്ന അവസ്ഥയാണ്. ഉറുഗ്വേക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെ സമനില ഗോളിന് വേണ്ടി ഉറുഗ്വ ജീവൻ മരണം എന്താ പറയുക തകർത്ത് പോരാടി. അവരുടെ സ്പാനിഷിൻ്റെ തന്നെ പ്രതിരോധങ്ങൾ ഭയങ്കര സ്ട്രോങ് തന്നെയായിരുന്നു. ഉറുഗ്വേനെ ഒന്നിനും അനുവദിക്കാത്ത രീതിയിൽ തന്നെ ഉറുഗ്വേനെ പിടിച്ചു കെട്ടിയതായിരുന്നു ഉറുഗ്വേനെ. അങ്ങനെ മത്സരം അല്പം പരുക്കനായോ എന്ന് തോന്നലായിരുന്നു. ഉറുഗ്വേയിലെ 2 താരങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞക്കാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ കളി 1-0 തന്നെ 80 മിനിറ്റും നീണ്ടുപോയി. കളി ഒരു പരിക്കൻ രീതി തന്നെയായി. കാരണം ഗോൾ അടിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉറുഗ്വ തോൽവിയിലേക്ക് പോകുമ്പോൾ ഉറുഗ്വയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതിരോധ കളി ഉണ്ടല്ലോ, അത് ഒരു പരിക്കൻ രീതിയിലേക്ക് കളി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണ് അവസാനത്തെ മിനിറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ 90 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ഒരു ഇഞ്ചുറി ടൈമിൽ 3 മിനിറ്റിലാണ് ഇഞ്ചുറി ടൈമിൽ നമ്മുടെ ഉറുഗ്വയുടെ ക്രൂസിന് മഞ്ഞക്കാർഡ് ലഭിച്ചു. അതുകൂടാതെ നമ്മുടെ 95-ാം മിനിറ്റിൽ അഗസ്റ്റിൻ കനോബി സ്പാനിഷ് താരത്തെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ റെഡ് കാർഡ് നൽകി. അങ്ങനെ 10 താരമായിട്ട് ഉറുഗ്വ ടീം ചുരുങ്ങി എന്ന് തന്നെ പറയാം. പിന്നീട് ഉറുഗ്വ തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി 10 പേരായി ചുരുങ്ങുകയും ചെയ്തു. അങ്ങനെ 90-ാം അങ്ങനെ അവസാന വിസിൽ മുഴുങ്ങി. അങ്ങനെ 1-0 സ്പെയിൻ വിജയിച്ചു. അതോടുകൂടി ഉറുഗ്വ എന്ന രാജ്യം, സുവാരസിൻ്റെയൊക്കെ രാജ്യം, നമ്മുടെ വേൾഡ് കപ്പിൽ നിന്ന് സങ്കടപൂർവ്വം പുറത്തായിരിക്കുന്നു. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എച്ച് ഗ്രൂപ്പിലെ അവസ്ഥ സ്പെയിനാണ്. സ്പെയിൻ 3 കളിയിൽ നിന്ന് 2 വിജയം നേടി, 1 സമനിലയും നേടി. 7 പോയിൻറ്റോട് കൂടിയാണ് അവർ 1-ാം സ്ഥാനത്ത് ക്വാളിഫൈ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് കേപ്പ് വർദ്ധ എന്നുള്ള രാജ്യം, പുതിയ രാജ്യമാണത്. ആദ്യമായാണ് വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അവരെല്ലാം സമനില, ഒരു ഗോൾ പോലും അവർ വഴങ്ങിയിട്ടില്ല. സമനിലയാണ് 3 മത്സരത്തിൽ നേടിയിരിക്കുന്നത്. അവരും അങ്ങനെ അടുത്ത മത്സരത്തിലേക്ക് കളഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരുടെ ഭാവി എന്നുള്ളത്
സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ 7 പോയിൻറ്റോടുകൂടി എച്ച് ഗ്രൂപ്പിലേക്ക് 2ാം റൗണ്ടിലേക്ക് ഈ ടൂർണമെൻറ്റിൽ ഒരു ഗോൾ പോലും അവർ വഴങ്ങാതെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായും നല്ലൊരു ആത്മവിശ്വാസം തന്നെയാണ്. നല്ലൊരു വേൾഡ് കപ്പിൽ ഈ പറയും പോലെ നല്ലൊരു വേൾഡ് കപ്പിൽ നമ്മൾ പുതിയൊരു ഈ ഫൈനലിൽ എത്താൻ, അതായത് വേൾഡ് കപ്പ് നേടാൻ ചാൻസ് ഉള്ള ഒരു ടീം തന്നെയാണ് സ്പെയിൻ. ഒരു ഗോൾ പോലും വഴങ്ങാതെ 3 മത്സരങ്ങളിൽ നിന്നാണ് അവർ ഈ പറയും പോലെ 7 പോയിൻറ്റോട് കൂടി എച്ച് ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഉറുഗയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉറുഗെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കിയാണ്. 3 മത്സരങ്ങൾ ഒരു വിജയം പോലും നേടാതെ വെറും 2 പോയിൻറ്റ് നേടി ഗ്രൂപ്പിൽ 3ാമതായിട്ടാണ് അവർ അവസാനിച്ചത്. വളരെ സങ്കടമുണ്ട് അവരുടെ അവസ്ഥ. അങ്ങനെ എച്ച് ഗ്രൂപ്പിൽ നിന്നും നമ്മുടെ സ്പെയിനും കേപ്പ് വെർദെയും ടീമുകൾ ഔദ്യോഗികമായിട്ട് ലോകകപ്പ് മറ്റേ 2nd ഗ്രൂപ്പിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ സ്പെയിൻ വമ്പൻ എന്താ പറയുക നല്ലൊരു മത്സരത്തിലൂടെ തന്നെ ഉറുഗ്വയെ പരാജയപ്പെടുത്തി 2ാം റൗണ്ടിലേക്ക് കടന്നു. കേപ്പ് വെർദെയും സമനിലയോടുകൂടി എല്ലാ മത്സരത്തിലും സമനില പിടിച്ച് 2ാം റൗണ്ടിലേക്ക് കടന്നു. നമ്മുടെ ഉറുഗ്വയുടെ അവസ്ഥ, ഉറുഗ്വ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. അങ്ങനെ ഉറുഗ്വയുടെ പോരാട്ടം ഇതിലൂടെ അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വേൾഡ് കപ്പ് മത്സരവുമായി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.